الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. അസ്സുലാസിയുൽ മസീദു ഫീഹി. അമ്മ സുലാസിയുൽ മസീദു ഫീഹി ഫസ്ന അശറ ബാബൻ, 12 ബാബാണ്. നമ്മൾ അജ്നാസ് സുഹറയിൽ 14 പഠിച്ചിരുന്നു. ഇത് 12 ബാബാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു അത് 2 ഇവിടെ ഉണ്ട്. അത് അതിൻ്റെ അടിസ്ഥാനപരമായ കൗണ്ടിലേക്ക് എന്തായിട്ടില്ല, ചേർത്തിട്ടില്ല. അപ്പൊ ഇവിടെ 12ഉം 2ഉം അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അമ്മ സുലാസിയുൽ മസീദു ഫീഹി ഫസ്ന അശറ ബാബൻ ഫഹുവ സലാസത്തു അഖ്സാമിൻ. 3 ഇനങ്ങളാണ്. 3 ഇനങ്ങൾ. അൽ ഖിസ്മുൽ അവ്വലു, ഒന്നാമത്തത് മാ കാന മാലിഹി അല അർബഅത്തിൻ. അതിന്റെ മാലി 4 അക്ഷരമുണ്ട്. മാലിയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. മാലി 4 അക്ഷരമുണ്ട്. അപ്പൊ അതില് ഒരക്ഷരം സായിദ. അതാ വഹുവ മാ യകൂനു സായിദു ഫീഹി ഹർഫൻ വാഹിദൻ. അതിലുള്ള സായിദ് ഒരക്ഷരമാണ്. അതാണ് ഒന്നാമത്തെ കിസ്മ. അപ്പൊ രണ്ടാമത്തെ കിസ്മ എന്തായിരിക്കും സുഹേൽ സാറേ? അപ്പൊ സായിദ് എത്ര അക്ഷരം ഉണ്ടാവും? 2 അക്ഷരം. അടുത്തത് എന്തായിരിക്കും റാഫിക്ക? മൂന്നാമത്തെ കിസ്മ മാലി 6 അക്ഷരം, 3 സായിദ. ഓക്കെ. അപ്പൊ നോക്കുക, വലഹു സലാസത്തു ഔസാനിൻ. അതിന് 3 വസനുകളാണ്. ഈ മാലി 4 അക്ഷരമുള്ളത് 3 വസനുകളാണ്. ചെറിയ മറ്റേ കിതാബിൽ പഠിച്ച തന്നെയാണ്. അഫ്അല അൽ വസ്നുൽ അവ്വലു അഫ്അല, അൽ വസ്നു സാനി ഫഅല, അൽ വസ്നു സാലിസു ഫഅല. അഫ്അല എന്ന് പറയുമ്പോൾ ബിസിയാദത്തിൽ ഹംസത്തി ഫി അവ്വലി. ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റു കിതാബിൽ നമ്മൾ അതിന്റെ എത്ര സായിദുണ്ട്, അതിന്റെ തുടക്കാണോ ഒടുക്കാണോ ഏതാണ് സായിദാണൊന്നും എന്തായിട്ടില്ല, അവിടെ പറഞ്ഞില്ല. അത് ചെറിയ കിതാബാണല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് അതിൽ ഒന്നുകൂടി ഒരു വിശദീകരണം നൽകുന്ന രൂപത്തിലാണിത്. അപ്പൊ അഫ്അല ബിസിയാദത്തിൽ ഹംസത്തി ഫി അവ്വലിഹി, തുടക്കത്തിലൊരു ഹംസ ഉണ്ട്. സുബൈർക്ക ഹക്കീംക ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ എവിടെ ഹക്കീംക? ഓക്കെ. വയുഖാലു ലഹു, ഇതിന് പറയപ്പെടും ബാബുൽ ഇഫ്ആൽ. ഒന്നാമത്തെ വസന് ബാബുൽ ഇഫ്ആൽ എന്നാണ് പറയുന്നത്. അതിന്റെ മസ്തറിന്റെ പേരിലാണ് ബാബ് അറിയപ്പെടുക, ഇഫ്ആൽ. നഹ്വു അൽ ഇക്റാം, ഇക്റാം എന്നതുപോലെ. തസ്രീഫുഹു, അതിനെ സർഫാക്കൽ. അക്രമ യുക്രിമു ഇക്രാമൻ ഫഹുവ മുക്രിമുൻ വ ഉക്രിമ യുക്രമു ഇക്രാമൻ ഫഹുവ മുക്റമുൻ. അൽ അംറു മിൻഹു അക്രിം ലിയുക്രിം ലിയുക്രം വന്നഹിയു ലാ തുക്രിം ലാ യുക്രിം ലാ യുക്രം. ഇത്രേ ഉള്ളൂ. നേരത്തെ പഠിച്ചതാണ്. പക്ഷെ ഇതിലൊരു ഒരു അമ്രും ഒരു നെഹിയും കൂടിയിട്ടുണ്ട്, മജ്ഹൂലും കൂടി പെടുത്തിയിട്ട്. ഇത് മുത്തഅദ്ദിയായ ബാബാണ്, ലാസിമല്ല. അപ്പൊ അതിന് മജ്ഹൂലും ഉണ്ട്, അമ്രും ഉണ്ട്. അമ്രിനും മജ്ഹൂലുണ്ട്, നെഹിയിനും മജ്ഹൂല് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
സോയിൽ സാറേ അദ്ഖലിന് ഇതേപോലെ സർഫാക്കി അദ്ഖല ഇത് പറയുമ്പോ തന്നെ അന്ന് ഞാൻ ചിലതൊന്നും ഇതിന്റെ അർത്ഥം കൂടി കറക്റ്റ് ഇവിടെ അക്രമ എന്ന് പറഞ്ഞാല് ബഹുമാനിച്ചു, ആദരിച്ചു എന്നാണ് അർത്ഥം. എല്ലാത്തിനും നമുക്ക് ചെയ്യിപ്പിച്ചു എന്നർത്ഥം പറയാൻ എന്താവില്ല, കഴിയില്ല. അധികവും അങ്ങനെ അർത്ഥം പറയാം ഇല്ലല്ല. അതിന് ഈ ബാബിന്റെ അർത്ഥം എന്താണ്, മുത്താദ്ദി ആയിരിക്കും. ലാസിമായ ഒരു ഫീല് അതിനെ മുത്താദ്ദി ആക്കാൻ ഈ ബാബാണ് ഉപയോഗിക്കുക. അപ്പൊ ദഹബ പോയി എന്നാണ്. അദ്ഹബ എന്ന് പറഞ്ഞാൽ പോകിപ്പിച്ചു, പോക്കി എന്ന് പറയാം. ഞാൻ ഒരാളെ എന്ത് ചെയ്തു, അഫ്അല ഫഅല പ്രവർത്തിച്ചു, അഫ്അല പ്രവർത്തിപ്പിച്ചു. അതെ. ഇതില് പിന്നെ അഫ്അല ഈ ഒരു മോഡല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫഅലന്റെ എടുത്ത് പറയുന്നത് കേട്ടോ. ഫഅലക്ക് ഈ പറയപ്പെട്ട എല്ലാ ബാബിലും എന്തൊന്നുമില്ല, ഉപയോഗമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഫഅല, അതുപോലെ ഫഅല, അങ്ങനത്തെ എല്ലാത്തിലും ഒന്നും, അതൊരു മോഡല് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്. ഇത് പറഞ്ഞ ഏതൊരു മൂന്നക്ഷരമുള്ള ഫീലും ഈ പറയപ്പെട്ട രൂപത്തിൽ 12 അല്ലെങ്കിൽ 14 ബാബിലേക്ക് മാറ്റാൻ കഴിയില്ല. ഉപയോഗത്തിലും പ്രയോഗത്തിലുള്ളതേ വരുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് നമുക്ക് മാറ്റിയിട്ട് പറയാം. ഇപ്പൊ ദഹല അദ്ഖല എന്നാവും, ജലസ അജ്ലസ എന്നിലേക്ക് വരും. പക്ഷെ ജല്ലസ എന്നുള്ളതിലേക്ക് പോവില്ല. ജലസ ജാലസയിലേക്ക് പോകും, ജാലസയിലേക്ക് പോകും, ജല്ലസയിലേക്ക് പോകില്ല. കഅദ അഖഅദയിലേക്ക് പോകും, കഅദയിലേക്ക് പോകില്ല. നമ്മൾ സർഫാക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ബാബിലേക്കും നമ്മൾ കൊണ്ടുപോകും. ഏകദേശം നമുക്ക് അതിനൊരു അർത്ഥം പറയുമ്പോൾ, ഇപ്പോൾ അക്രമ എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചു, ബഹുമാനം ചെയ്തു എന്നർത്ഥം, ബഹുമാനം കാണി. മറ്റേത് കറുമ എന്ന് പറഞ്ഞാൽ ബഹുമാനിതനായി എന്നാണ്. അത് നമ്മൾ അക്രമയിലേക്ക് കൊണ്ട് ബഹുമാനിച്ചു, ആദരിച്ചു എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. ഇത് തന്നെ നെഗറ്റീവ് അർത്ഥത്തിനും വരും കേട്ടോ. ഒന്നുകൂടി റാഫിക്ക പറഞ്ഞതുകൊണ്ട് പറയണം, എന്നാൽ ഒക്കെ എല്ലാം പാടെ പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതില് ഈ ബാബിലേക്ക് മാറ്റുമ്പോൾ നേരെ നെഗറ്റീവ് അർത്ഥം വരും. ഉദാഹരണം പറഞ്ഞാല് കല്ല എന്ന് പറഞ്ഞാൽ ചുരുങ്ങി എന്നാണ് അർത്ഥം, ചുരുങ്ങി. അകല്ല എന്ന് പറഞ്ഞാല് ഒഴിവാക്കി എന്നാണ് അർത്ഥം, ഒഴിവാക്കി. അപ്പൊ അത് നമുക്കിപ്പോ എന്താണ് അതിന്റെ ഒരു വ്യക്തമായ ഒരു ഏകദേശം 80% മീനിങ്ങുമാണെങ്കിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. പല പല മീനിങ്ങുകളും ഈ ഓരോ ബാബിനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് സഞ്ചാൻ പറയുമ്പോൾ ഓരോ ബാബിന്റെ മീനിങ് പറയാച്ചിട്ടാണ്. ഓരോ ബാബിന്റെ മീനിങ് അവിടെ വിശാലമായിട്ട് വരുന്നുണ്ട്. അപ്പൊ പറയാം അല്ലേ? കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ല? പോരെ മിനിറ്റ്. ക്ലിയർ അല്ലേ? ഇല്ലല്ല, ഞാന് ഇതില് ഈ എൻ്റെ ഫോണില് എന്താ കണക്ഷൻ മാറിയിട്ട്
വൈഫിൻ്റെ വൈഫൈയിൽ ചേർന്നു. ഞാൻ ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ അതെന്ത് പറ്റി ചോദിച്ചാൽ വൈഫിൻ്റെ നെറ്റ് കഴിഞ്ഞു വന്നു. അങ്ങനെ ഇതായിപ്പോയത്. പിന്നെ മാറ്റി എൻ്റെ തന്നെ മാറ്റി. ആ ഇപ്പൊ കാണാം. കാണുന്നില്ലേ? ആ അതെ, വൈഫൈ ആണ്ട് ഇങ്ങോട്ട് മാറിയതാ. വൈഫിൻ്റെ ഒന്നും വൈഫൈ ശരിയാവില്ല അല്ലേ? അവൾക്കും ചില ദിവസം ക്ലാസ് നോക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് ഓരോന്നിൻ്റെയും വ്യത്യസ്ത മീനിങ് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് തരട്ടെ. ജഡ്ജാൻ എടുക്കുന്നു, ജഡ്ജാനിൽ പറയുമ്പോൾ കേട്ടോ. ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു 80% അർത്ഥം വരുന്ന ഭാഗം പറയാം. എന്നാ സുഹേൽ സാർ പറയാം. അദ്ഖലൻ ഇതേപോലെ സർഫാക്കി. അദ്ഖല യുദ്ഖിലു. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ സുഹേൽ സാറേ? എവിടെ? റാഫിക പറയും. അദ്ഖല أدخل يدخل إدخالا وهو مدخل وأدخل يدخل إدخالا وهو مدخل أدخل ليدخل ആ യെസ്. അടുത്ത് നോക്ക്. അൽ വസ്നു സാനി, രണ്ടാമത്തത് ഫഅല. ഫഅല എന്നാണ്. ബി തക്റാറിൽ ഐനി, ഐനിനെ ആവർത്തിക്കലുണ്ട്. നാലക്ഷരം, 3 എണ്ണാണ് ഫഅലയിൽ. അതിനെ ആവർത്തിച്ചപ്പോൾ 3 പ്ലസ് ഒരു ഐന് 4. വയുഖാലു ലഹു ബാബു തഫ്ഈൽ, ഇതിനിക്ക് ബാബു തഫ്ഈൽ എന്നാണ് പറയുക. നഹ്വു അത്തക്രീം, തക്രീം എന്നതുപോലെ. തക്രീം എന്നതുപോലെ നോക്കി നിങ്ങള്. കറമ യുകരിമു തക്രീമൻ ഫഹുവ മുക്കരിമുൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഇതൊക്കെ സ്വഹീഹായ ഐറ്റം ഫീലുകൾക്കാട്ടോ പറയണേ. നമ്മൾ അജ്നാസിന്റെ പാഠത്തിൽ ലാസ്റ്റ് ഒരു 7 ഐറ്റം ഫീലുകളെ പറഞ്ഞിരുന്നു. അതിനൊക്കെ ഈ ബാബ് വരും. പക്ഷേ ഇതേ അസ്ലിൽ എന്താവൂല, വരില്ല. ഇപ്പൊ ഉദാഹരണം പറയാം. അക്രമ എന്നുള്ളതിൽ ഇപ്പൊ നമ്മള് കാമ എന്നുള്ളത് ചേർക്കുമ്പോ അകാമ എന്നാ വരിക. അകാമ യുഖീമു ഇഖാമത്തൻ ഫഹുവ മുഖീമുൻ. വഉഖീമ യുഖാമു ഇഖാമത്തൻ ഫഹുവ മുഖാമുൻ. അൽ അംറു മിൻഹു അഖിം. ഇവിടെ അദ്ഖിൽ, അക്രിം, അജ്ലിസ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ അഖിം എന്നാണ് അതിന്റെ അംറ്. ലിയുഖിം ലിയുഖം. വന്നഹിയു ലാ തുഖിം ലാ യുഖിം ലാ യുഖം. അങ്ങനെ ഇല്ലത്തിന്റെ ലെറ്ററുകൾ വരുമ്പോഴും അതുപോലെ മുലാഫ് ആവുമ്പോഴും മഹ്മൂസ് ആവുമ്പോഴും മിസാല്, സ്വഹീഹ്, മഹ്മൂസ്, മിസാല്, അജ്വഫ്, ലഫീഫ്, മഫ്റൂഖ്, ലഫീഫ്, മക്റൂന്, അങ്ങനെ ഒരു 7-8ഓളം ബാബുകളെ ഐറ്റങ്ങളെ പറഞ്ഞു. ഇതിൽ അതൊക്കെ ഇവിടെയും വരും. പക്ഷേ ചില സ്ഥലത്ത് ചില അക്ഷരങ്ങൾ കളഞ്ഞു പോകും, ചിലത് മറിഞ്ഞു പോകും. അങ്ങനെ അങ്ങോട്ടൊക്കെ മാറ്റം വരും. അത് നമ്മൾ സൻജാനില് ഓരോ ബാബുകളെ കുറിച്ചും ഇതേ രൂപത്തിൽ നമ്മൾ ഇത്രയും ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നമ്മൾ സ്വഹീഹാണ് പറയുന്നത്. മൊത്തം സ്വഹീഹിന്റെ സർഫാക്കുന്നത് കറക്റ്റ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാൻ ഒക്കെ സ്വഹീഹ പറയണം. എല്ലാം സ്വഹീഹായ ഫീലാണ്. കറമ യുക്കരിമു തക്രീമൻ ഫഹുവ മുക്കരിമുൻ. വകുരിമ യുകറമു തക്രീമൻ ഫഹുവ മുകറമുൻ. അൽ അംറു മിൻഹു കരിം ലിയുകരിം ലിയുകറം. വന്നഹിയു ലാ തുകരിം ലാ യുകരിം ലാ യുകറം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അഫ്സലെ, ജുബൈറെ,
ഹക്കീം ക ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കുക. സയ്യന, സുഹൈൽ സാർ, സയ്യൻ എന്ന് ഇതേ രൂപത്തിൽ പറയും. ആ ആ അന്നഹിയു. ഓക്കെ, വെരി ഗുഡ്, എളുപ്പം. ഭംഗിയാക്കി, ഭംഗിയാക്കി, മനോഹരമാക്കി. കറമ എന്ന് പറഞ്ഞാലും ആദരിച്ചു തന്നെയാണ്. അക്രമ എന്ന് പറഞ്ഞാലും ആദരിച്ചു. ഏതിന്റെ? സയ്യനന്റെ. സാന, സാന യസീനു, സീനത്ത്, സീനത്ത് പറയില്ല, ഭംഗി. ആ സയന എന്നാണ്, പക്ഷെ നമ്മള് അജുവഫായിട്ട് പറയുമ്പോ സാന എന്നാ വരിക. ഇപ്പൊ കാല വന്നില്ലേ, കവല എന്നുള്ളത് കാല എന്നായില്ല, അതേപോലെ. ഏത്? ആ സാന, ആ മീനിങ്ങും ഉണ്ട്. ഇവിടത്തെ അർത്ഥം, ഇവിടെ അർത്ഥം ഇത് എന്താണ്? ഭംഗിയായി, ഭംഗിയാക്കി എന്നാണ് ഈ ബാബിലേക്ക്. സയ്യന എന്ന് പറയുമ്പോ ഭംഗിയാക്കി എന്നാണ്. സാന അല്ലല്ലോ വ്യഭിചരിച്ചു എന്നുള്ളതിന്, സനാന്നാണ്. വ്യത്യാസം ഉണ്ടല്ലോ, ഒന്ന് സാന എന്നാണ്, ഒന്ന് സനാന്നാണ്. ആ സനാന്നാണ്. സാനിൻ, അത് ഇസ്മുഫായിലാവുമ്പോ സാനിൻ എന്ന് പറയും, വ്യഭിചരിച്ച ആണ് എന്നുള്ളത് എനിക്ക്. സാനിൻ. ഇത് സാന, സീനത്ത്, ഭംഗി എന്നുള്ള അർത്ഥം. മനസ്സിലായില്ലേ റാഫിക്ക? മറ്റേത് സനാന്നാണ്. സായ് നൂന് അലിഫ്, അതാണ് അവിടെ. സായ് നൂന് അലിഫ്. ആ അത് സിന എന്നാണ്. സിന, സിന ചെയ്യാണ്. സിനാ, റിലാ പോലെ, റിലാ റബ്ബിയ എന്നുള്ളിടത്തുള്ള റിലാ എന്നുള്ളത് മസ്തർ പോലെ, അത് റളിയ യർലാ റിലാ. ഇവിടെ ആ സനായസിനി, ഇത് സാനയസീനു, അതിന്റെ സയ്യന. മറ്റേത് സന്നായുസന്നി എന്ന വരിക, സനാന്ന് ഇത് ഈ രൂപത്തിൽ വരുമ്പോ. പക്ഷെ അത് നമ്മള് എവിടെ കൺഫ്യൂഷൻ വന്നത് എവിടെ വെച്ചാല്, സാനി എന്ന് പറയല്ലോ, സാനി അത് ഇസ്മുഫായിലാണ്. സാനിൻ വ്യഭിചരിച്ചവൻ, സാനിയ വ്യഭിചരിച്ച പെണ്ണ്. ആ അത് സാന്നാവൂല, സാന്നായിരിക്കും. സാനിയ, സായും സാ ഒക്കെ നമ്മള് അറബിയില് സാന്നാണല്ലോ എഴുതുക. സാനിയ എന്നുള്ള അല്ല, സാനിയ എന്ന് പറഞ്ഞാൽ ഏത് രണ്ടാമത്തവൾ എന്നുള്ള അർത്ഥത്തിനല്ല. സാനിയ എന്ന് പറഞ്ഞാല് സ്തുതിക്കുന്നവൾ എന്നർത്ഥമുണ്ട്. സന, സന, അത് രണ്ടാമൻ. ഏതിന്റെ? അത് സാനിയ തന്നെ വരിക, സാനിയ തന്നെ വരിക. ഇത് സനാ എന്നുള്ളതെന്ന് പറഞ്ഞ പേര് പറയുമ്പോ നന്നാക്കിയിട്ട് പറ ആളുകളെ. സാന്നാണ്. എന്താണ്? അല്ല, കിട്ടൂല, ശരിയാ. ഷാജഹാൻ, ഷാജഹാൻ, ഷാജഹാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചക്രവർത്തി എന്നാ. ഷാഹെ ജഹാൻ, ഷാജഹാൻ ചക്രവർത്തി. ഓക്കെ,
ഇയാളെ ഇടുവോ? ഹാംനവിന്റെ ഒക്കെ പേരിടുവോ ഇപ്പൊ? ഖമേനി, ഹാംനവി. അതെ, പേർഷ്യയാണ്, ഇറാൻ. ഉം. നമ്മള് പിന്നെ എന്താ വെച്ചാല് ഒരു അറബിയുടെ ഒരു ടച്ച്, ഇപ്പൊ നമുക്ക് അറബിയുടെ ഒരു ടച്ച് വരുന്ന രൂപത്തിലേ ഇടാം. അറബി തന്നെ നമുക്ക് ആ അക്ഷരങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നെ തന്നെ വേണമെന്നൊന്നുമില്ല, ചേർത്ത് കൊടുക്കാം. അറബി തുർക്കി ഭാഷയില് കട്ടായി പോയി. തുർക്കിയില് തുർക്കി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഭാഷയാണ്. നമ്മൾ അറബി എന്ന് പറഞ്ഞാൽ അത് സെമറ്റിക് ലാംഗ്വേജ് ആണ്. പടച്ചോൻ ഇറക്കിയ ഭാഷ, സമാവിയായ ഭാഷ, സെമറ്റിക്. അപ്പോൾ പല ഭാഷകളും പലയിന്ന് ഇങ്ങനെ പിരിഞ്ഞുണ്ടാകുന്നതാണ്. അതേപോലെ അറബിയിൽ തന്നെ നമുക്ക് ഇത്തരം ഈ മോഡേൺ ആയിട്ടുള്ള പേര് നമുക്ക് എന്ത് ചെയ്യാം, അറബി ഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റും. നല്ല അർത്ഥങ്ങളിൽ നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അറബിയുടെ ഒരു ബർക്കത്ത് കിട്ടുമല്ലോ. നിങ്ങൾ പേരിടേണ്ട സമയത്ത് ഒന്ന് നമ്മൾ ബന്ധപ്പെട്ടാൽ മതി, നമുക്ക് അർത്ഥം ഉള്ള നല്ല പേരുകൾ പറയാം. അധികവും നമ്മൾ തബറുക്കിന് വേണ്ടി മഹാന്മാരുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക, ഇടുക. ഇനിയിപ്പോൾ ചിലർക്ക് ഇപ്പോൾ വാപ്പാക്ക് പറ്റിയ ഉമ്മാക്ക് പറ്റൂല, ഉമ്മാക്ക് പറ്റിയ വാപ്പാർക്ക് പറ്റൂല, ഇവർക്ക് രണ്ടാൾക്കും പറ്റിയ നാട്ടുകാർക്ക് പറ്റൂല. അതേ പേര് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ മോശമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ മോശമർത്ഥം വരുന്ന പേരുകള്, പ്രത്യക്ഷത്തിൽ മോശമർത്ഥം വരുന്ന, അതിന് ചിലപ്പോൾ നല്ല അർത്ഥം ഉണ്ടാവും, അത് ഇടാതിരിക്കുകയാണ് നല്ലത്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അപ്പോ രണ്ടാമത്തത് ഫഅല, മൂന്നാമത്തത് അൽ വസ്നു ത്സാനി ഫഅല ബിസിയാദത്തിൽ അലിഫി. ഈ ബാബിന്റെ ഒരു പ്രത്യേക മീനിങ്, രണ്ട് പേരുണ്ടാവും ഇതിൽ, പരസ്പരം എന്നൊരർത്ഥം കിട്ടും. പരസ്പരം, അതായത് ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും എന്നൊരർത്ഥം കിട്ടും. കാത്തല, പരസ്പരം പോരടിച്ചു, യുദ്ധം ചെയ്തു എന്നർത്ഥം. യുദ്ധം ഒരാൾ മാത്രമായിട്ട് ചെയ്യൂലല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടും ഉണ്ടാവും. ഇതാ ഈ ബാബിന്റെ ഒരു പ്രത്യേകതയാണത്, ഈ മൂന്നാമത്തെ ബാബിന്റെ കേട്ടോ. പിന്നെ മുഫാഅലത്ത് ബാബ്. പിന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാല് ജാലസ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു. മുജാലസ, ഒരാള് അയാളുടെ അടുത്ത് പോയിരുന്നു, അയാൾ ഇങ്ങോട്ടും വന്നിരുന്നു, അപ്പൊ രണ്ടുപേരും ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനത്തെ ഒരു മീനിങ് ഇതിന് വരും. മുജാലസ. മുനാക്കഷ, ചർച്ച. നാക്കഷ യുനാക്കഷു, മുനാക്കഷത്ത്, ചർച്ച. ഒരാൾ മാത്രമായിട്ട് ചർച്ച ചെയ്യൂലല്ലോ, ചുരുങ്ങിയത് രണ്ടുപേരുണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അർത്ഥത്തിന് വേണ്ടി ഈ ബാബ്. ഇതിന്റെ മുമ്പത്തത് അത് മീറ്റിംഗ് കൂടൂലെ, മീറ്റിംഗ് കൂടുന്നത് ആ രൂപത്തിലാണ് പറയാ. മുജാലസ. മുനാക്കഹ, നിക്കാഹ്. ഒരാൾ മാത്രം നിക്കാഹ് ചെയ്യാൻ കഴിയില്ലോ, മുനാക്കഹത്ത്. അങ്ങനെയൊക്കെ ഇതില് ഈ ബാബിന്റെ പ്രത്യേകത. ഇതിന്റെ മുമ്പത്തെ ബാബിന് വർദ്ധിച്ച മീനിങ്ങിന് അർത്ഥമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കറമ എന്ന് പറയുമ്പോ ആദരവ് അധികം കാണിച്ചു എന്നർത്ഥം. തെക്കിരീം, ആദരവ്, ഒരാളെ നമ്മൾ ആദരിക്കുന്ന ഒരു രൂപം. ഇക്റാം എന്ന് പറഞ്ഞാലും ആദരവ് തന്നെയാണ്,
പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി ഒരു മീനിങ് വർധനവ് ഏതിലുണ്ടാവും? തെക്കിരീമിലുണ്ടാവും. ഇപ്പൊ നമ്മള് വലിയ വലിയ ഹാഫുകളൊക്കെ ആയി കുട്ടികള് ഹിഫുദ് പഠിക്കുന്ന ഓൽക്ക് നമ്മൾ കൊടുക്കുന്നത് അവിടെ പറയല് ഇക്റാം എന്നല്ല, തെക്കിരീം എന്നാണ് പറയാം. ഒരു ബഹുമാനം കുറച്ച് കൂട്ടിയിട്ട് പറയുന്നു. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഓരോ ബാബിനും ഉണ്ട്. അപ്പൊ കാറമ യുക്കാരിമ യുക്കാലു ലഹു ബാബുൽ മുഫാഅലത്തി, ബാബുൽ മുഫാഅലത്ത് എന്ന് പറയും. നഹ്വു അൽ മുക്കാറമത്ത് പോലെ, മുക്കാറമത്ത് തസ്രീഫുഹു കാറമ യുകാരിമു മുക്കാറമതൻ വകിറാമൻ ഫഹുവ മുക്കാരിമുൻ വകൂരിമ യുകാറമു മുക്കാറമതൻ വകിറാമൻ ഫഹുവ മുക്കാറമുൻ. അൽ അംറു മിൻഹു കാരിം ലിയുകാരിം ലിയുകാറം വന്നഹ്യു ലാ തുകാരിം ലാ യുകാരിം ലാ യുകാറം. ഇങ്ങനെ എന്ത് ചെയ്തു? ബാബ് ക്ലിയർ അല്ലേ? ഒന്ന് മജ്ഹൂലാണ്. ലിയുകാറം എന്നുള്ളത് മജ്ഹൂലാണ്. ലിയുകാരിം എന്നുള്ളത് മഅറൂഫാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടത്, മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്തത്. ഒരു ഉദാഹരണം പറയാം. നീ വാതിൽ തുറക്ക്, അത് അംർ ഹാലറാണ്. നീ വാതിൽ തുറക്ക് എന്നത് അംർ ഹാലറാണ്. മുമ്പിലുള്ള ഒരാൾ നമ്മൾ കൽപ്പിക്കുകയാണ്. അവൻ വാതിൽ തുറക്കട്ടെ, അത് നമ്മുടെ മുമ്പിലില്ലാത്ത വായിബായ തേർഡ് പേഴ്സണോടുള്ള കൽപ്പനയാണ്. ആരെവിടെ? വാതിൽ തുറക്കട്ടെ, ആരെങ്കിലും വാതിൽ തുറക്കുക എന്നർത്ഥം. പിന്നെ പറയാണ് വാതിൽ തുറക്കപ്പെടട്ടെ, അതാണ് മൂന്നാമത്തെ മജ്ഹൂൽ. അവിടെ തുറന്ന ആളാരാണ്, തുറക്കുന്ന ആളാരാണ് പറയുന്നില്ല. പക്ഷെ തുറക്കപ്പെടുന്നത് എന്താണ്? വാതിൽ എന്നത് തുറക്കപ്പെട്ടു എന്നുള്ള, വാതിൽ തുറക്കപ്പെടട്ടെ. ഓക്കെ അല്ലേ സുബൈറ? ആ ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില സ്ഥലത്ത് അങ്ങനെ പറയേണ്ടി വരും. ഫൽ യുക്രിം ലൈഫഹു, ഹദീസിൽ കണ്ടില്ലേ? അള്ളാഹുവിനെയും ഖിയാമത്ത് നാൾ കൊണ്ടും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔലി യസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അത് അമ്രാണ്. ഫൽ യുക്രിം ലൈഫഹു, അവന്റെ അതിഥി അവൻ സൽക്കരിക്കട്ടെ. അങ്ങനെ അർത്ഥത്തിന് അമ്ര വായിബ് വരും. നമ്മൾ അവൻ മിണ്ടാതിരിക്കട്ടെ, അവൻ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കുന്ന ഒരാൾ ഒന്നിരിക്ക നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അങ്ങനെ അർത്ഥത്തിന് വേണ്ടി വരും. അപ്പം നമ്മൾ നീ ഡയറക്റ്റ് ഒരാളോട് നീ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ നല്ലത് പറയ്, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കും. അപ്പൊ അത് അമ്ര ഹാലറായി. മറ്റേത് ആരെങ്കിലും എന്നുള്ള അർത്ഥത്തിന് ഒരു തേർഡ് പേഴ്സൺ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയാം. ഇനി നമ്മുടെ മുമ്പിലില്ലാത്തൊരു സെയ്ദ് പറയാണ്, സെയ്ദ് മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഫൽ യഖുൽ സെയ്ദുൻ ഖൈറൻ, സെയ്ദ് നല്ലത് പറയട്ടെ, ഔലി യസ്മുത് സെയ്ദുൻ, സെയ്ദ് മിണ്ടാതിരിക്കട്ടെ, അങ്ങനെയും പറയാം. തേർഡ് പേഴ്സന്റെ സ്ഥാനത്താണ് ഒരു ഒരു ഇസ്മു പറയല്, പുറമെന്നുള്ളൊരു ഇസ്മു പറയല്. അതാണ് അവിടെ മൂന്നെണ്ണാക്കിയത്, അമ്ര് മൂന്നെണ്ണം. അത് മജ്ഹൂൽ ഉള്ളതിനെ വരുള്ളൂ കേട്ടോ, മജ്ഹൂല് ഉള്ള ഭാഗത്തിനേ വരുള്ളൂ. ഇസ്മഫൂലും മജ്ഹൂലൊക്കെ ഉള്ളതിനെ വരൂ. അതായത് മുത്തഅദ്ദിയായ ഫീലുകൾക്കേ വരൂ, ലാസിമിനിക്ക് വരൂല. ഇപ്പൊ റഹബ ലാസിമാണ്. ഇവിടെ റാഹിബുൻ വരെ പോകുള്ളൂ. റുഹിബ യുദ്ഹബു എന്നാൽ പോവില്ല. മദ്ഹൂബുൻ, അൽ അംറു മിൻഹു ഇദ്ഹബ് ലി യദ്ഹബ് എന്ന് പറയും, ലി യുദ്ഹബ് എന്ന് പറയില്ല. കാരണം അവിടെ മജ്ഹൂലില്ല. അതിന് മജ്ഹൂലുള്ള മുത്തഅദ്ദിയായ ഫീലുകൾക്ക് മാത്രമേ ഇങ്ങനെ എന്തുണ്ടാവുള്ളൂ, മൂന്ന് അമ്രുകൾ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ ഹക്കീം ക, സുബൈറെ ക്ലിയർ അല്ലേ? അഫ്സലെ നോക്കണേ. അൽ ഖിസ്മു സാനി, രണ്ടാമത്തെ ഖിസ്മ്. സുഹൈൽ സാർ എവിടെ? എന്താ ഇല്ലേ? അൽ ഖിസ്മു സാനി, രണ്ടാമത്തത് മാ കാന മാദിഹി അലാ ഖംസത്തി അഹ്റുഫിൻ,
അതിന്റെ മാലി 5 അക്ഷരങ്ങളുടെ മേലാണ്. 5 അക്ഷരം. മാലി എത്രയാണ്? 5 അക്ഷരം. വഹുവ മാ യകൂനു സായിദു ഫീഹി ഹർഫൈനി. അതിലുള്ള സായിദ് 2 അക്ഷരാണ്. 2 അക്ഷരം സായിദ് ഉണ്ട്. 3 എണ്ണം അസ്ലിയും 2 എണ്ണം സായിദയും. ടോട്ടൽ 5 എണ്ണം. വഹുവ നൗആനി. അത് 2 ഇനങ്ങളാണ് കേട്ടോ. ഇതൊന്നും നമ്മളവിടെ അജ്നാസ് സൂറയിൽ പറഞ്ഞിട്ടില്ല. 2 ഇനങ്ങളാണ്. ഇമ്മ അവ്വലുഹു താഉ. ഒന്നിരിക്കെ അതിന്റെ തുടക്കം ത ആയിരിക്കും. അതായത് തഫഅല തഫഅല. വലഹു വസ്നാനി. അതിന് 2 വസ്നുണ്ട്. തഫഅല തഫഅല. നേരത്തെ പറഞ്ഞ തന്നെ, പഠിച്ച ഭാഗം തന്നെയാണ്. അതിങ്ങനെ ഒരു ഓർഡറിൽ പറയാണ്, ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. ഇമ്മ അവ്വലുഹുൽ ഹംസത്തു. അല്ലെങ്കിൽ അതിന്റെ തുടക്കം ഹംസയായിരിക്കും. അതിന് 3 എണ്ണം ഉണ്ട്. വലഹു സലാസത്തു ഔസാനിൻ. അതിലേക്ക് 3 വസ്നുകളുണ്ട്. അതായത് ഇൻഫഅല, ഇഫ്തഅല, ഇഫ്അല്ല. 3ന്റെ തുടക്കത്തിൽ ഹംസയല്ലേ. അപ്പോൾ ടോട്ടൽ ഫൽ മജ്മൂഉ, ഗ്രാൻഡ് ടോട്ടൽ ഖംസത്തു ഔസാനിൻ. 5 വസ്നുകളാണ് ഗ്രാൻഡ് ടോട്ടൽ. 5 വസ്ന്. മറ്റെണ്ണം താ കൊണ്ട് തുടങ്ങുന്ന 2 എണ്ണം, ഹംസ കൊണ്ട് തുടങ്ങുന്ന 3 എണ്ണം. 2 + 3 5. ടോട്ടൽ 5 വസ്നുകളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ റാഫിക? അൽ വസ്നു അവ്വലു. അപ്പൊ 5 എണ്ണം പറഞ്ഞില്ലേ, അത് ഓരോന്നും പറയുന്നത്. ഒന്നാമത്തെ വസ്ന് തഫഅല. തഫഅല എന്നതാണ് ബി സിയാദത്തി താഇ. താഇനെ വർദ്ധിപ്പിച്ചുകൊണ്ടും തക്റാറിൽ ഐനി, ഐനിനെ ആവർത്തിച്ചുകൊണ്ടും. ഒരു താ വർദ്ധിപ്പിച്ചു, ഐനിനെയും വർദ്ധിപ്പിച്ചു. വയുഖാലു ലഹു. അതിന് പറയപ്പെടും ബാബുത്തഫഉൽ. ബാബുത്തഫഉൽ എന്നാണ് അതിന് പേര് പറയുക. നഹവു തഅല്ലും. തഅല്ലും പോലെ. ഇതിന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു മീനിങ് വരും. ബുദ്ധിമുട്ട് എന്നൊരു മീനിങ് വരും. തഅല്ലമ, ബുദ്ധിമുട്ടി പഠിച്ചു എന്ന അർത്ഥം. തകല്ലഫ, പ്രയാസത്തോടെ ഏറ്റെടുത്തു, ബുദ്ധിമുട്ടോടുകൂടെ ഏറ്റെടുത്തു. തദഖല, ബുദ്ധിമുട്ടി പ്രവേശിച്ചു, നുഴഞ്ഞു കയറി. തദഖല തദഖല നുഴഞ്ഞു കയറ. അതിർത്തി നോക്കുമ്പോൾ നുഴഞ്ഞു കയറൂല, അതിന് തദഖല എന്ന് പറയും. അപ്പൊ തഅല്ലും, ബുദ്ധിമുട്ട് എന്നൊരു മീനിങ് ഇവിടെ വരും. എല്ലാത്തിനും അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു 80% വാക്കുകൾ. തസ്രീഫുഹു തഅല്ലമ യതഅല്ലമു തഅല്ലുമൻ ഫഹുവ മുതഅല്ലിമുൻ. വതുഉല്ലിമ യുതഅല്ലമു തഅല്ലുമൻ ഫഹുവ മുതഅല്ലമുൻ. അൽ അംറു മിൻഹു തഅല്ലം ലിയതഅല്ലം ലിയുതഅല്ലം. വന്നഹ്യു ലാ തതഅല്ലം ലാ യതഅല്ലം ലാ യുതഅല്ലം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സാറേ അപ്പോ ഈ 3 മൂന്നല്ല 2 അക്ഷരം സായിദയായിട്ട് വന്നു. ഒന്ന് താവും പിന്നെ ഐൻ ഫീലിനെ ഇരട്ടിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഇപ്പൊ തക്കല്ലഫ എന്നൊരു ഫീലുണ്ട്. അതൊന്ന് ഇതേ രൂപത്തിൽ സർഫാക്കാൻ പറ്റുമോ? ആരാ സർഫാക്ക? നമ്മുടെ ഫാറൂഖ് ഭായി സർഫാക്കട്ടെ. തക്കല്ലഫ. ഫാറൂഖ് ഭായില്ലേ? തിരക്കില്ല? എന്നാ സുബൈർ സർഫാക്കട്ടെ. സുബൈർ
സുബൈർ. ആ പറ. ആ യെസ്. ആ ആ ആ ആ ആ ആ ആ ആ ആകെ തക്കല്ലുഫായപ്പോ ഇല്ലല്ലോ. അത് കല്ലഫ. അല്ല, കാര്യപ്രാപ്തി എന്നല്ല, പ്രയാസമുള്ളതിനെ ഏറ്റെടുത്തവൻ, പ്രയാസമുള്ളതിനെ ഏറ്റെടുത്തവൻ. ഹലോ, എല്ലാം ഒത്തിണങ്ങിയ ആളല്ലേ നമ്മളെ പറഞ്ഞു. തമീസ് ആ ഒരു മിനിറ്റ്, എന്റെ വോയിസ് കേൾക്കുന്നില്ലേ? ഏ കട്ടായി പോയോ? കുറച്ച് കട്ടുണ്ടോ? ഇപ്പൊ കേൾക്കുന്നില്ലേ? റെഡി അല്ലേ? ആ ഓക്കെ. അണ്ട് പോയി ഇജോട് പോയിക്കാം. എൻ്റെ കിതാബ് എടുത്ത് പുസ്തകം എടുത്ത് മാർസ് അതാ പേജ് കിടക്കുന്നത്, എടുത്തേക്ക്. എടീ കുട്ടീനെ കൊണ്ടോ. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ? പ്രശ്നമില്ലല്ലോ. തക്ലീഫ് എന്ന് പറയും. തക്ലീഫ് അത് പ്രയാസമുള്ളതിനെ ചെയ്യിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ മുക്കല്ലിഫ് എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം ചെയ്യുന്നവൻ. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യം ഒരാൾ ഏറ്റെടുക്കൂലേ, അയാൾക്കാണ് മുക്കല്ലഫ് എന്ന് പറയുന്നത്. പ്രയാസമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ മുക്കല്ലഫാന്ന് പറഞ്ഞാൽ. പക്ഷെ പൊതുവെ ചിന്തിക്കുന്ന സമയത്ത് നിസ്കരിക്കുക, നോമ്പ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പ്രയാസത്തോടു കൂടെയുള്ള ആളുകൾ കാണുക. അതുകൊണ്ടാണ് അതിൻ്റെ അങ്ങനെ ഒരു പറയുന്നത്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇത് തക്കല്ലഫാണ്, തക്കല്ലഫ. അപ്പോൾ ബുദ്ധിമുട്ടി ഏറ്റെടുക്കുക എന്നൊരു അർത്ഥം വരും. ഒരു 80% ഈ ബാബിൽ വരുന്ന എനിക്ക് ഒരു ബുദ്ധിമുട്ട് എന്നൊരു അർത്ഥം വരും. ഒരു ബാബു കൂടി പറയല്ലേ? കൂടി പറഞ്ഞ ഒന്നുകൂടിയായി. ഏത് കൂടുതലായ പ്രശ്നമാണ്. ആ നമ്മൾ ഉസ്താദാണതേ, നമ്മളെ ബാച്ചിന്റെ ഉസ്താദ് സംസാരിക്കും ലാസ്റ്റ്. എന്നാ നമുക്ക് ഇതില് വൈൻഡപ്പ് ചെയ്യാം. അത് ആ ഭാഗം തഫാഅല അടുത്ത ദിവസം പറയും. അത് അടുത്ത ആ ബാബിനൊരു അർത്ഥം ഉണ്ട് കേട്ടോ. അഭിനയിക്കുക എന്ന് അർത്ഥമുണ്ട്. ഏത് ഇനി പറയാൻ പോണേന് റാഫിക്ക നോട്ട് ചെയ്യണില്ലേ? നമ്മള് രഞ്ജാനിൽ ഇത് പറയും, ഓരോന്നും ഓരോ ബാബിന്റെയും പ്രത്യേക അർത്ഥം പറയും. ഓരോ ബാബിന്റെയും
അർത്ഥം എന്ത് ചെയ്യും, പ്രത്യേകമായ അർത്ഥം പറയും. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പറയാം. കരയ, കരയാൻ വേണ്ടി പറഞ്ഞു ദ്വാരക്കണ സമയത്ത്. അപ്പോൾ കരച്ചിൽ വരുന്നില്ല. നമുക്കൊക്കെ ചിലപ്പോൾ കരച്ചിൽ വരൂലല്ലോ. അപ്പം എന്ത് ചെയ്യാൻ പറഞ്ഞു? തബാക്കു. കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കരച്ചിൽ അഭിനയിക്കുക. ആ അർത്ഥം ഈ ബാബിലാണ് വരിക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം അത് പറയാം. ഇപ്പം നമ്മൾ മൂന്നും ഈ പറയപ്പെട്ടതിൽ ഒന്നും 4 വസനുകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹക്കീം കാ ക്ലിയർ അല്ലേ? നോക്കണം. ഇത് ഇനി നമ്മൾ ഈ ബാബ് ഇത്ര സുന്ദരമായിട്ട് നമുക്ക് സഞ്ചാനിൽ സർഫാക്കുന്ന ഭാഗം ഉണ്ടാവില്ല. സഞ്ചാനിൽ ഈ വിഷയങ്ങളൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ കോർവയിൽ സർഫാക്കുന്ന ഒരു രൂപം അതിലുണ്ടാവില്ല. ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ ബാബുകളൊക്കെ ഒന്നും കൂടി പറഞ്ഞു പോവുമെങ്കിലും നമ്മളിപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചു പോകണം. ഇനി ഫീലുകളെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനേ പാടില്ല. ഫീല് നമ്മൾക്ക് മിസ്സാവാനേ പാടില്ല. സുഹേൽ സാറേ ഓക്കെ അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കുക. നമ്മുടെ ഉസ്താദയിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ബാച്ചിൻ്റെ. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഉസ്താദ് സംസാരിക്കാം. ഉസ്താദേ.